നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ നാളത്തെ ട്രേഡ് സെറ്റപ്പും ഇമ്പോർട്ടന്റ് ലെവൽസും ഒക്കെയാണ്. അപ്പം ഇത് പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് ഒക്കെ മാർക്കറ്റിൽ പെർഫെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഒരു പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പം നാളത്തേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഇമ്പോർട്ടന്റ് ലെവൽസ് എന്ന് പറയുന്നത് 25,000 എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പം നാളത്തെ മാർക്കറ്റിൽ ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താണ് ഈ ഒരു ലെവലിൽ അവിടെ നിന്ന് പ്രൈസ് റിജക്ഷൻ വരുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഷോർട്ട് സെല്ലിങ്ങിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അവിടെ എന്താണ് നമുക്ക് ആ ഒരു 25,000 ആ ഒരു സമയത്ത് എന്താണ് മാർക്കറ്റിൽ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് ഫേവറബിൾ ആണെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ഷോർട്ട് സെല്ലിങ്ങിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. ഓക്കെ. ഇനിയിപ്പം മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്നൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പം 24,790 മുതൽ 24,800 വരെയുള്ള ഏരിയ ഒരു സപ്പോർട്ട് ലെവലാണ്. പക്ഷെ നാളത്തെ എന്റെ ഒരു ട്രേഡ് സെറ്റപ്പ് പ്രകാരം ഞാൻ കൺസിഡർ ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നത് 24,000 ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിൽ ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തതിനു ശേഷം ഈ ഒരു ലെവലും ക്രോസ് ചെയ്ത് 24,900 മുകളിൽ മാത്രമേ ഒരു ലോങ് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ. കാരണം ഈ ഒരു റേഞ്ചിലൊക്കെ നാളത്തെ ഒരു CPR ലെവലും അതുപോലെ 200 EMA ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് അതൊക്കെ ഒരു മാർക്കറ്റിൽ സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്റെ ഒരു ട്രേഡ് സെറ്റപ്പ് പ്രകാരം നാളെ 24,900 മുകളിലാണ് ഞാൻ ഒരു ലോങ് എൻട്രി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് 25,000 നമുക്ക് ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഒരു 24,970 ആ ഒരു ലെവലിൽ നമുക്ക് എന്താണ് ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. ഇനിയിപ്പം നമുക്കൊരു മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലൊക്കെ ട്രേഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യും. അതായത് 24,770 താഴേക്ക് മാർക്കറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഷോർട്ട് സെല്ലിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ 24,658 ലെവൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ഒരു ലെവൽ വരെ മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഇനിയിപ്പോ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്താണ് ഈ ഒരു 25,000 ഒരു 50 മിനിറ്റിന്റെ ക്യാൻഡില് മുകളിലോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് തരുവാണെന്നുണ്ടെങ്കിൽ അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് നോക്കുക. ബാങ്ക് നിഫ്റ്റിയും സെയിം ഡയറക്ഷനിലേക്കാണ്. അതുപോലെ തന്നെ എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റും നമുക്ക് അനുകൂലമാണെങ്കിൽ മാത്രം ഇവിടെ എന്താണ് ഒരു ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ് സൈഡിലേക്ക് നമുക്ക് നല്ലൊരു മൂവ്മെന്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.